വെൽക്കം ടു PSC മിത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അതിൽ കവർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 2 സെക്ഷനായിട്ട് വീഡിയോ ഇട്ടത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഇന്ന് അവസാന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ മന്ത് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നമുക്ക് പഠിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 24 ദിവസം കൊണ്ടും ബി അത് 20 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. എ ഒറ്റയ്ക്ക് 18 ദിവസം ജോലി ചെയ്ത ശേഷം പിരിഞ്ഞുപോയി. ശേഷിക്കുന്ന ജോലി ചെയ്തു തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? ഓക്കെ, എ ഒരു ജോലി 24 ദിവസം കൊണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം 24 ദിവസം കൊണ്ടാണ് ഒരു ജോലി തീർക്കുന്നത്. അപ്പം ഒരു ദിവസം അയാൾ എത്ര പോർഷൻ ചെയ്യും? 1/24 ഭാഗമായിരിക്കുമല്ലോ ഒരു ദിവസം ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഈ ഒരു ടോപ്പിക്കിന് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാള് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 1/x ഭാഗമായിരിക്കും. മനസ്സിലായോ? ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്യുക എന്ന് പറയണം. അതായത് ഒരാൾ ഒരു ജോലി 24 ദിവസം കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം അയാൾ ചെയ്യുന്നത് അതിന്റെ 1/x ഭാഗമാണ്. ഇവിടെ 24 ദിവസമാണെങ്കിൽ 1/24 ആയിരിക്കും, അത്രയും ഭാഗമായിരിക്കും ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ ഒരു സംഭവത്തിൽ നിന്നുമാണ് ഇങ്ങനെ വരും 1/x + 1/y. അപ്പം xy / x + y ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ വരത്തില്ലേ? അത് ആക്ച്വലി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇതിൽ നിന്നുമാണ് ആ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, എ ഒരു ജോലി 24 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 1/24. മനസ്സിലായല്ലോ? ഓക്കെ, ബി അത് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. ബിയുടെ എന്ന് പറയുമ്പോൾ 1/20. ഓക്കെ, എ ഒറ്റയ്ക്ക് 18 ദിവസം ജോലി ചെയ്ത ശേഷം പിരിഞ്ഞുപോയി. ശേഷിക്കുന്ന ജോലി ചെയ്ത് തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? ഇനി നോക്കി, എ ഒറ്റയ്ക്ക് 18 ദിവസം ജോലി ചെയ്തെന്നല്ലേ പറഞ്ഞത്. അപ്പം എ ചെയ്തത് 24 ദിവസം കൊണ്ട് 1/24 ആണല്ലോ. അപ്പൊ 18 ദിവസം കൊണ്ട് എ ചെയ്തത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? 18 ദിവസം കൊണ്ട് എ എത്ര ഭാഗമാണ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ജോലി ചെയ്തെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനകത്ത് സ്റ്റെപ്പ് എഴുതി പറയുകയാണെങ്കിൽ എങ്ങനെ ആദ്യം ചെയ്യേണ്ടത്? എ ഒരു ദിവസം ചെയ്ത ജോലി, എ എന്ന് പറയുന്നത് എത്രയാന്ന് നമ്മൾ പറഞ്ഞു? 1/24 ആണ്. 18 ദിവസം കൊണ്ട് എ ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 1/24 ഇൻറ്റു എന്ത് ചെയ്യണം? 18 ചെയ്യണം. മനസ്സിലായോ? എ ഒരു ജോലി 24 ദിവസം കൊണ്ടും ബി അത് 20 ദിവസം കൊണ്ട്. അപ്പം ബി ഒരു ദിവസം 1/20 ആണ്, അത്രയും ഭാഗമാണ് ബി ഒരു ദിവസം ചെയ്തത്. ഓക്കെ, 18 ദിവസം എ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 18 ദിവസം കൊണ്ട് എ എത്രയാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിപ്പോ എന്ത് വരും? 4 അല്ലേ? ഓക്കെ, എന്ത് വരും? എ എന്ന് 3/4. അപ്പൊ 18 ദിവസം കൊണ്ട് എ ചെയ്തത് എത്ര പോർഷൻ ആണ്? 3/4 ആണ്. ഓക്കെ, അതായത് ശേഷിക്കുന്ന ജോലി എന്ന് പറയുന്നത് 1 - 3/4 ആണ്. 1 - 3/4 എങ്ങനെയാണ്? 4 × 1 4 4 - 3 4 - 3 1, that is 1/4. ഓക്കെ, അപ്പൊ ശേഷിക്കുന്ന എത്ര ഉണ്ട്? 1/4 പാർട്ട് ആണ് അവിടെ ശേഷിക്കുന്നത് അല്ലേ? 3/4 അല്ലേ കിട്ടിയത്? 3/4 4ൽ 3, ബാക്കി എത്ര ഭാഗം കൂടെ ഉണ്ടോ? ഒരു ഭാഗം കൂടി, 1 2. അപ്പൊ ശേഷിക്കുന്ന 4ൽ 1. ശേഷിക്കുന്ന ജോലി ചെയ്ത് തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? ശേഷിക്കുന്ന ജോലി 1/4 ആണ്. ബി 20 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അപ്പം 1/4 ആണ് എന്തുള്ളത്? ബാക്കി അവിടെ ചെയ്യാനുള്ളത്. അപ്പൊ 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എത്ര പോർഷനാണ്? 1/4. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകുന്നു. എത്ര കിട്ടും? 5. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ശേഷിക്കുന്ന ജോലി ബി ചെയ്ത് തീർക്കുന്നത്? 5 ദിവസം കൊണ്ടാണ് ബി ശേഷിക്കുന്ന 5 ദിവസം കൊണ്ടാണ് ബി ശേഷിക്കുന്ന ജോലി ചെയ്തു തീർക്കുന്നത്. ഒന്നും കൂടി പറയാം. നോക്കി, എ ഒരു ജോലി 24 ദിവസം കൊണ്ടും ബി ആ ജോലി 20 ദിവസം കൊണ്ട്. അപ്പം എയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 24 ദിവസമാണ് അയാൾ എടുക്കുന്നത് അല്ലെ? അതുപോലെ ബി എന്ന് പറയുന്നത് 20 ദിവസമാണ് അയാൾ ഒരു ജോലി ചെയ്യാനായിട്ട് എടുക്കുന്നത്. എ ഒറ്റയ്ക്ക് 18 ദിവസം ജോലി ചെയ്തു. അപ്പം ഒരു ജോലി അയാൾക്ക് കൊടുത്തു. അപ്പൊ എ 18 ദിവസം കൊണ്ട് ചെയ്തിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ശേഷിക്കുന്ന ജോലി ബി എത്ര സമയം കൊണ്ട് എടുക്കുമെന്നവൻ. അപ്പൊ നോക്കിയും
അയാൾ 24 ദിവസം കൊണ്ടാണ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അയാൾ ചെയ്യുന്നത് 1/24 ആയിരിക്കും. ഓക്കെ, അങ്ങനെ അയാൾ എത്ര ദിവസം ചെയ്തു? 18 ദിവസമാണ് ജോലി ചെയ്തത്. അപ്പൊ 18 ദിവസം അയാൾ ചെയ്തത് കണ്ടുപിടിക്കണമെങ്കിൽ 18 ഗുണം ഒരു ദിവസം ചെയ്തതാണല്ലോ, ക്യാൻസൽ ചെയ്ത് കളയാം. 4. അപ്പൊ എന്ത് വരും? 3/4. അപ്പം ഇത്രയും പോർഷൻ ചെയ്ത് വെച്ചിട്ടാണ് അയാൾ പിരിഞ്ഞു പോയത്. 3/4 അല്ലേ? അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 3/4. എളുപ്പമാണ്. 1 - 3/4 എത്രയാ? അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 3/4 ബാക്കി എത്ര പോർഷൻ ഉണ്ട്? ഒന്നും കൂടി ആകുമ്പോഴല്ലേ 4/4 1 ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ 3/4 ബാക്കി എത്ര പോർഷൻ ഉണ്ട്? 1/4 പോർഷൻ ആർക്ക് വേണ്ടിയിട്ടുണ്ട്? ബിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ബി ചെയ്യുന്നത് 20 ദിവസം കൊണ്ടല്ലേ? അപ്പൊ 20 ദിവസം കൊണ്ട് ഈ 1/4 പോർഷൻ ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടി? 5. ഓക്കെ, അടുത്ത ചോദ്യം. 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ 43 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 7 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് തീർക്കും? ശരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ടത് കുറേ സ്റ്റെപ്സ് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അതായത് 3 പുരുഷന്മാരും 4 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട്, അപ്പോൾ ഒരു പുരുഷന് എത്ര സ്ത്രീ, അപ്പൊ എത്ര ദിവസം കൊണ്ട്, അങ്ങനെ കുറച്ച് ഇതിലാണ് ശരിക്കും ആക്ച്വലി ഇത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ട്രിക്കിലൂടെ വേഗം, അപ്പം നമുക്ക് PSCക്ക് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന എയിം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ട്രിക്കിലൂടെ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഓക്കെ, 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ, അതായത് 3 പുരുഷന്മാരും 4 സ്ത്രീകളും, ഇവ രണ്ടുപേരും കൂടി എത്രയാണ്? 43 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി. ഓക്കെ, 7 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട് തീർക്കും? അതായത് ഇവര് 43 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഇവർ ഈ 7 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു വാല്യൂ എക്സ് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് റോയിലുള്ളതെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? ഫസ്റ്റ് റോയിലുള്ളതിൽ ഇൻറ്റു ചെയ്യുക. അതായത് 3 × 4 × 43 ഇതാണല്ലോ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7ഉം 4ഉം 3ഉം, അതായത് ഇവിടുത്തെ പുരുഷന്റെ സ്ത്രീയുടെ, ഇവിടുത്തെ ആദ്യത്തെ പുരുഷൻ സ്ത്രീ, ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ വരും? 3 × 5 ആണല്ലോ. എന്നിട്ട് പ്ലസ് ചെയ്യുക, പ്ലസ് 7 × 4. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് റോയിലുള്ള എല്ലാം കൂടി ഇൻഡ്യൂ ചെയ്ത് എഴുതിയതിനു ശേഷം 4 × 7 + 3 × 5 ആ ഓർഡറിൽ എഴുതുക. ഓക്കെ, ഈസ് ഈക്വൽ ടു 4 × 3 12, 12 × 43, 10 × 43 എത്രയാണ്? 430. പിന്നെ എത്ര കൂടെ കൂടുമ്പോൾ 500 എത്ര വരും? 16. ഓക്കെ, 516. പിന്നെ 5 × 3 15, 15 + 7 4 28. 15ഉം 28ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 15 28 43. ഓക്കെ, 43/43, 516 43 കൂടി ക്യാൻസൽ ആയി പോകുമ്പോൾ 43 12 എത്ര വരും? 12. ഓക്കെ, 12. ഓക്കെ, അപ്പൊ മനസ്സിലായോ എന്താണ് ഇത് ശരിക്കും ചെയ്യേണ്ട? ആക്ച്വൽ രീതി അല്ല പറയുന്നത്, ട്രിക്കാണ്. എത്ര പുരുഷന്മാർ സ്ത്രീകൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് റോയിലുള്ള 3 × 4 × 43 ചെയ്യുക, ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 + 7 × 4 3 5 15 7 4 28. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ചെയ്യേണ്ടത്. ഇത് ബോട്ട്മാസ് റൂളാണ്. ബോട്ട്മാസ് റൂള് വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കുക. 5 3 15 15 28 43 516/43 12. അപ്പം എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് വേഗം ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇത് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി എന്താണ് ഓരോ ദിവസം ചെയ്യുന്നത് ഒരു പുരുഷൻ ഇത്ര സ്ത്രീ വെച്ച് അങ്ങനെ കൂട്ടി നോക്കി. അടുത്ത ചോദ്യം, എയ്ക്ക് ഒരു ജോലി തീർക്കാൻ ബിയുടെ ഇരട്ടി സമയം വേണം. അതേ ജോലി സിക്ക് തീർക്കാൻ ബിയുടെ 3 ഇരട്ടി സമയം വേണം. ഇവർ 3 പേരും ചേർന്ന 18 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെങ്കിൽ സിക്ക് മാത്രമായി എത്ര ദിവസം വേണം? കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, ഡൗട്ട് അടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എന്താ തെറ്റുന്നത് നോക്കാം. അപ്പൊ നോക്കി, നമുക്ക് 3 ആൾക്കാരുണ്ട്, ABC. എയ്ക്ക് ഒരു ജോലി തീർക്കാൻ ബിയുടെ ഇരട്ടി. അപ്പൊ ബിക്ക് എക്സ് ആണെങ്കിൽ ഓക്കുക, അത് നമുക്കൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബി ആണ് ബേസ് വെച്ചിട്ട്, ബിയെ വെച്ചിട്ടാണ് എന്റെ സിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബിയെ നമ്മൾ എക്സ് എന്ന് എടുക്കും. അതായത് എയ്ക്ക് ഒരു ജോലി തീർക്കാൻ ബിയുടെ ഇരട്ടി, ബിയുടെ ഇരട്ടി എക്സിന്റെ ഇരട്ടി 2x. ഓക്കെ ആണല്ലോ. ഇനി അതേ ജോലി സിക്ക് തീർക്കാൻ ബിയുടെ 3 ഇരട്ടി, ബിയുടെ 3 ഇരട്ടി. ബി എക്സ് ദിവസം കൊണ്ടാണെങ്കിൽ സി എത്രയാണ്? 3 ഇരട്ടി, അതായത് 3x.
ഇവർ 3 പേരും ചേർന്ന് 18 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെങ്കിൽ 3 പേരും കൂടി ചേർന്ന് 18 ദിവസം. അപ്പൊ ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് എക്സ് പ്ലസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 18 ദിവസം എന്ന് പറഞ്ഞ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങ് ചെയ്യണം. അവിടെ വെച്ചിട്ടാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അതായത് നമ്മൾ ആദ്യം ഇതിന് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞത് എന്താണ്, എയ്ക്ക് ഒരു ജോലി തീർക്കാൻ ഇത്രയും സമയമാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും ദിവസമാണ് എയ്ക്ക് വേണ്ടത്. അപ്പോൾ ഒരു ദിവസം അയാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 1/2x ആണല്ലോ, നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞു. അതുപോലെ ബിക്ക് അപ്പോൾ എന്തോ വരും, 1/x പ്ലസ് 1/3x. ഇത്രയും കൂടി ചെയ്യുമ്പോഴാണ് 18 ദിവസം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് 18 ഇടരുത്. എന്ന് വെച്ചാൽ 18 ദിവസം 3 പേർക്കും കൂടി 18 ദിവസം വേണം. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്നത് 1/18 ഭാഗമാണ്. ഇത് ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ഇടാം. എന്നിട്ട് 18 ഇട്ട് കഴിഞ്ഞാലും ഇതിന്റെ ആൻസർ തെറ്റിപ്പോ 1/18. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ചെയ്യുക. LCM എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ ഇതിന്റെ LCM എടുക്കുന്നു. 2 × 3 6. 6x എന്ന് വരുമല്ലോ ടോട്ടല്. ഇപ്പൊ 2x-നെ 6x ആക്കണമെങ്കിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ മുകളിലും എത്രയാണ്, 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ 3 വരും. ഓക്കെ, എക്സിനെ 6x ആക്കണമെങ്കിൽ 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 1 × 6 6 പ്ലസ് 3x-നെ 6x ആക്കണമെങ്കിൽ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത്, അപ്പൊ മുകളിലും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, 6 3 9 2 11. 11/6x സമം 1/18. ഓക്കെ, 11/6x സമം 1/18. എങ്ങനെയാണ് നമുക്ക് വന്നത്, 11 സമം 6x സമം 1/18. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഈക്വൽ ടു ആണ് നടുക്ക് വന്നിരിക്കുന്നത്, പ്ലസ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എഴുതാം. ഇതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. എക്സ് സമം 18 × 11/6. ഓക്കെ, 33. അപ്പം ഓക്കെ, അപ്പൊ എക്സ് എത്ര കിട്ടി, 33. അപ്പൊ ഇതിനകത്ത് ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എത്ര ദിവസം കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇവിടെ നമ്മൾ തെറ്റുന്ന ഒരു പോർഷൻ ആണ്. അതായത് തന്നിരിക്കുന്നത് എത്ര ദിവസം വേണം ഇവർക്ക് ആകെ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പൊ ഒരു ദിവസം എത്രയാണ്, അതിന്റെ 1/ ഇതാണ്. അപ്പൊ 1/2x 1/x 1/3x അത്രയെന്ന് പറയുന്നത് 18 ദിവസം കൊണ്ടാണ്. അപ്പൊ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ 1/18 എടുത്തു, പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മുഴുവൻ 6x ആണ്. 6x, അപ്പം താഴെ 6x ആക്കാൻ ഏത് സംഖ്യ കൊണ്ടാണ് എൻഡ് ചെയ്തത് അത് തന്നെ നമ്മൾ മുകളിൽ എൻഡ് ചെയ്തു. അപ്പോൾ 1/18 കിട്ടി. 11/6x സമം 1/18. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ടു 6x സമം ഇത്രയും കിട്ടി. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 33. ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോകാം. എങ്കിൽ പൂർത്തിയാക്കുമെങ്കിൽ സിക്ക് മാത്രം എത്ര ദിവസം വേണം, 3x ദിവസം അല്ലേ സിക്ക് വേണ്ടത്. അവിടെ തെറ്റിപ്പോയത് സിക്ക് എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ ഒരു ദിവസം അയാൾ എത്ര ജോലി ചെയ്യും, ഒരു ദിവസം എത്ര എന്ന് ചോദിച്ചാണെങ്കിൽ 1/3x കണ്ടുപിടിക്കണം. ഇവിടെ സിക്ക് എത്ര ദിവസം വേണം, 3x ദിവസം. എക്സിന്റെ വാല്യൂ 33 ആണല്ലോ. അപ്പൊ സിക്ക് 3x ആണ്. 3 × 33 എത്ര കിട്ടും, 99. അപ്പൊ എത്ര ദിവസം വേണം സിക്ക്, 99 ഡേയ്സ് വേണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു പോർഷൻ തന്നെ ഇവിടെ വരുമ്പോഴാണ്. അതുപോലെ തന്നെ ആൻസറിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്, സിക്ക് എത്ര ദിവസം വേണം, എത്ര ദിവസം എന്നുള്ളത് 3x ആണ്. ഒരു ദിവസമേ അദ്ദേഹം എത്ര ചെയ്യുന്നല്ലോ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ 1/3x കണ്ടുപിടിക്കുക. അപ്പോൾ 1/99 ഭാഗമാണ് ഒരു ദിവസം അയാൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും സിക്ക് മാത്രമായിട്ട് എത്ര ദിവസം, സിക്ക് മാത്രമായിട്ട് 3x ദിവസം വേണം. എക്സിന്റെ വാല്യൂ 33 ആണ്. അപ്പോൾ 3 × 33 ചെയ്യുമ്പോൾ 99 കിട്ടും. അപ്പം ഇപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാത്തിലും ഈ ഒരു ടോപ്പിക്കിൽ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളിപ്പം എക്സ് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/x ആയിരിക്കും. ഓക്കെ, 1/x അല്ലെങ്കിൽ 1/ എത്ര ദിവസമാണോ തന്നിരിക്കും. ഇപ്പൊ 12 ദിവസമാണെങ്കിൽ 12, 24 ദിവസമാണെങ്കിൽ 24, അങ്ങനെ 1/, ദിവസമായിരിക്കും. ഓക്കെ, നമുക്ക് ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി 4 വേൾഡ് ബ്രെയിലി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പം നിങ്ങൾ നെറ്റിനകത്തൊക്കെ നോക്കുമ്പോൾ ജനുവരിയിലെ കുറേ ഡേറ്റ്സ് കിട്ടും. അപ്പം നമ്മൾ ഇതിനകത്തിൽ പ്രീവിയസ് ആയിട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡേറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 4 നോക്കിയാൽ ജനുവരി 4 വേൾഡ് ബ്രെയിലി ഡേ. അതായത്
അന്ധർക്ക് വേണ്ടിയിട്ട്, കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ആളാണ് ലൂയി ബ്രെയിലി എന്ന് പറയുന്ന ആൾ. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ദിവസം ജനുവരി 4 വേൾഡ് ബ്രെയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 4 വേൾഡ് ബ്രെയിൽ ഡേ. അടുത്ത ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ, സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ്, ജനുവരി 9-നാണ്. അതാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്ന ജനുവരി 9. അടുത്ത ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആണ്. ഇത് നമുക്ക് മിക്കവർക്കും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വേൾഡ് ഹിന്ദി ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോക ഹിന്ദി ദിനമാണ് ജനുവരി 10. പക്ഷെ സെപ്റ്റംബർ 14 ദേശീയം. അത് തെറ്റിപ്പോകരുത് കേട്ടോ. സെപ്റ്റംബർ 14. ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആണ്, ജനുവരി 10. ഓക്കെ. അടുത്ത ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ, യുവജന ദിനം അല്ലെ. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. ഇത് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഈ പ്രവാസി ഭാരതീയ ദിവസമൊക്കെ. അടുത്ത ജനുവരി 15 ആർമി ഡേ, അതായത് കരസേനാ ദിനം. ജനുവരി 15 ആർമി ഡേ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് കരയപ്പ അങ്ങനെ എങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ പേര്. പുള്ളി എന്താണോ ജോയിൻ ചെയ്ത ഡേ ആണ് ജനുവരി 15, ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ആർമി ഡേ. ആ ദിവസമാണ് എന്താണ് കരസേനാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്, ജനുവരി 15 ആർമി ഡേ. ഓക്കെ. അടുത്ത ജനുവരി 25. ജനുവരി 25 2 പ്രത്യേകതകളുണ്ട്. നാഷണൽ വോൾട്ടേഴ്സ് ഡേയും സമ്മതിദായക ദിനവും, അതുപോലെ നാഷണൽ ടൂറിസം ഡേയും, അത് വിനോദ ദിനം. ഓക്കെ. നാഷണൽ ടൂറിസം ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ഓക്കെ. അത് വെച്ചിട്ടാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാക്കിയത്. അതുപോലെ തന്നെ നാഷണൽ ടൂറിസം ഡേ മറന്നുപോകരുത്. 4 എന്താണ് വേൾഡ് ബ്രെയിലി ഡേ. ദെൻ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. ജനുവരി 15 ആർമി ഡേ. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, നാഷണൽ ടൂറിസം ഡേ. അതുപോലെ ഈ പ്രവാസി ഭാരതീയ ദിവസം വേദിയാകുന്ന സ്ഥലങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2019 അത് വാരണാസി ആയിരുന്നു. അപ്പം അങ്ങനെ അതുപോലെ തന്നെ അതിനകത്തിലെ ചീഫായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ പേര് അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ. ബാക്കി നോക്കാം. ജനുവരി 23 ദേശ് പ്രേം ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശ് പ്രേം ദിവസ്, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ജനിച്ചത് അന്നാണ്. നേതാജി ദിവസ് എന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നേതാജി ദിവസ് അല്ലെങ്കിൽ ദേശ് പ്രേം ദിവസ് എന്നാണ് ജനുവരി 23. അടുത്ത ജനുവരി 24 നാഷണൽ ഗേൾഡ് ചൈൽഡ് ഡേ. ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ്. നാഷണൽ, അത് ഇന്റർനാഷണൽ ഒക്ടോബർ 11. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ജനുവരി 24, ഒക്ടോബർ 11 ഇന്റർനാഷണൽ ആണ്. ഓക്കെ. ദെൻ ജനുവരി 26 ഇന്ത്യാസ് റിപ്പബ്ലിക് ഡേ. അത് നമുക്കറിയാലോ, റിപ്പബ്ലിക് ദിനമാണ് ജനുവരി 26 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത് അല്ലെ, നിലവിൽ വന്നത് അംഗീകരിച്ചത് ജനുവരി 26 ഇന്ത്യാസ് റിപ്പബ്ലിക് ഡേ. ദെൻ ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ ആണ്. ജനുവരി 29, അതായത് ആദ്യത്തെ പത്രമായിട്ടുള്ള നമ്മുടെ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് 1780 ജനുവരി 29-നാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ. അന്നാണ് ബംഗാൾ ഗസറ്റ് ആദ്യത്തെ ന്യൂസ് പേപ്പർ പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ ആയിട്ട് ആചരിക്കുന്നു. അടുത്ത ജനുവരി 30 എന്ന് പറയുന്നത് മാർട്ടിയേഴ്സ് ഡേ, അതായത് നമ്മുടെ രക്തസാക്ഷി ദിനം, അതായത് നമ്മുടെ ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം, ജനുവരി 30. അതുപോലെ തന്നെ വേൾഡ് ലിപ്രോസി ഇറാഡിക്ഷൻ ഡേ, കുഷ്ഠരോഗ നിർമാർജന ദിനം അല്ലെങ്കിൽ കുഷ്ഠരോഗ ദിനം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ജനുവരി 30 അപ്പം ഇതിനൂടെ കണക്ട് ചെയ്ത് അപ്പം നമുക്ക് ഗാന്ധിജി മരിച്ചു, അയ്യോ പാവം ഗാന്ധിജി മരിച്ചു കുഷ്ഠം കാരണം, അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ച് ഓർത്ത് വെക്കുക. ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്, ഗാന്ധിജി മരിച്ച ദിവസം. അതുപോലെ തന്നെ കുഷ്ഠരോഗ ദിനവുമാണ് ജനുവരി 30 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അപ്പൊ ഇത്രയും ദിവസമാണ് ജനുവരിയിലുള്ളത്. ഇനി അടുത്ത നമുക്ക് ഫെബ്രുവരി. ഇപ്പൊ ഇത്രയും പറഞ്ഞ ജനുവരിയിലെ ഇത്രയും പറഞ്ഞത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് അനുബന്ധ വിവരങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് അതും ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത